ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് 2ൻ്റെ ടാബിള് മൾട്ടിപ്ലിക്കേഷൻ ടാബിൾ ഓഫ് 2 ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 1 ടൈം ടേബിൾ എല്ലാവർക്കും അറിയണത് കൊണ്ട് തന്നെ അത് വെരി സിമ്പിളും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടൈം ടേബിളാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും വളരെയധികം സിമ്പിളാണ്. കാണിച്ചു തരാം. 2 ടൈം ടേബിൾ. ഓക്കെ, ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ 2 ടൈം ടേബിളിന് എഴുതിയിട്ടുണ്ട്. ഇനി 2 ടൈംസ് 1 ഈസ് 2. അപ്പം നമ്മൾ വിരലെടുക്കാം. അതിൽ 2 ടൈംസ് നമ്മൾ 2ക്ക് ഒരു 2 ടൈംസ് 1 ഈസ് 2 എന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ 2 ടൈംസ് 1 ഈസ് 2 അത് നമ്മളിങ്ങനെ കാണാതെ ഒന്ന് പഠിക്കാം. പിന്നെ അടുത്തത് വരുമ്പോൾ 2 ടൈംസ് 2 ഈസ് 4 ആണ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നത് നോക്കുക. അത് 2 ടൈംസ് 2 ഈസ് 4. ഹൗ വി വിൽ ഗെറ്റ് ദാറ്റ് ആൻസർ? എങ്ങനെ നമുക്ക് ആ ആൻസർ കിട്ടിയത്? ഇപ്പോൾ നോക്ക്, ഇപ്പോൾ നമ്മൾ ഈ മേലെ എഴുതിയത് 2 ടൈംസ് 1 ഈസ് 2 എന്നാണല്ലോ. അപ്പം മേലെ നമ്മൾ എഴുതിയത് 2 ടൈംസ് 1 ഈസ് 2 എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ ആ 2ക്ക് നമ്മൾ രണ്ട് നമ്പർ കൂട്ടുക. അതായത് 2 എളുപ്പമുള്ള ഇവിടെ 2 നോക്ക്, 2 ഇനി അതിക്ക് 2 നമ്പർ കൂട്ട്, 3 4. അപ്പം 4 അല്ലേ? അപ്പം നമ്മൾ സെക്കൻഡിൽ 4 ആണ് ആൻസർ വരും. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കുക. 2 ടൈംസ് 3 ഈസ് 6 എങ്ങനെ കിട്ടിയതെന്ന് അറിയണ്ടേ? ഈ 4 കണ്ടോ, നമുക്കിവിടെ 4 കിട്ടിയപ്പോൾ തന്നെ നമ്മൾ 6 എന്ത് ചെയ്യാം? ഈ 4ക്ക് 2 നമ്പർ കൂട്ടിയാൽ 6 കിട്ടും. എങ്ങനെ? ഇപ്പോൾ 4 ഇതാണല്ലോ, 5 6. അപ്പോൾ 6 അല്ല ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് സിമ്പിളി ആയിട്ട് ഇവിടെ എഴുതാം 6. ഓക്കെ, ഈ നെക്സ്റ്റ് 2 ടൈംസ് ഞാൻ എങ്ങനെ 2 ടൈംസ് 4 ഈസ് 8. 2 ടൈംസ് 4 ഈസ് 8. 2 ടൈംസ് 4 ഈസ് 8. അതെങ്ങനെ വരും? നമ്മൾ ഇവിടെ 6ക്ക് 2 കൂട്ടേണ്ടത്. 7 8. അപ്പം എങ്ങനെ? അപ്പോൾ 8 വരും. ഇവിടെ 6ക്ക് ഇപ്പം എല്ലാ നമ്പർ നമുക്ക് മുമ്പ് കിട്ടുന്ന ആൻസറിലോട്ട് 2 കൂട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് 2 ടൈം ടേബിൾ ഫിനിഷ് ആക്കാം. അപ്പോൾ ഈ 6ക്ക് 2 നമ്പർ കൂട്ടിയാൽ 8 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൻസറൊക്കെ കണ്ടെത്തുന്നത്. ഇനി 2 ടൈംസ് 5 ഈസ് എന്താണ്? 8ക്ക് ഒരു 2 നമ്പർ കൂട്ടുക, 10 9 10. അപ്പോൾ 10. പിന്നെ 2 ടൈം 6 ഈസ് എന്താണ്? 11 12. അപ്പോൾ 12. 2 ടൈംസ് 7 ഈസ് 13 14. അപ്പോൾ എന്താണ്? 12 13 14. അപ്പോൾ 14 ആയിരിക്കും ആൻസർ കിട്ടുക. 14 ആണ്. 2 ടൈംസ് 8 ഈസ് എന്താണ്? 14 15 16. അപ്പോൾ 16 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 2 ടൈം 9 ഈസ് 17 18. അപ്പോൾ നമുക്ക് 18 ആണ് കിട്ടുക. പിന്നെ 2 ടൈംസ് 10 ഈസ് 2 ടൈംസ് 10 നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞേ. അതായത് 2 ടൈംസ് 10 നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. 2 ടൈംസ് 10 കമൻറ്റ് ചെയ്യണം. 2 ടൈംസ് 10 എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 ടൈംസ് 10 10 ആണ്. 2 ടൈംസ് 10 20 ആണ്. അപ്പോൾ 20 തന്നെ കിട്ടിയവർ കമൻറ്റ് ചെയ്യുക. 20 അല്ല അറിയാത്തവർ കമൻറ്റ് വേറെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2 ടൈംസ് 10 ഈസ് 20. സിമ്പിളായിട്ട് നമുക്ക് പറയാനും പഠിക്കാം, കാണാതെയും പഠിക്കാം. ഞാൻ പറഞ്ഞുതരാം കാണാതെ. 2 ടൈംസ് 1 ഈസ് 2. 2 ടൈംസ് 2 ഈസ് 4. 2 ടൈംസ് 3 ഈസ് 6. 2 ടൈംസ് 4 ഈസ് 8. 2 ടൈംസ് 5 ഈസ്
4ക്ക് നമ്മൾ ഇപ്പോൾ 4ൻ്റെ ആൻസർ 2 times 5 is 10. 2 times 5 is 10. 2 times 6. 2 times 6 is 12. 2 times 7 is 14. 2 times 8 is 16. 2 times 9 is നമ്മളിപ്പോൾ ഇവിടെ 2 times 8 അല്ലേ 2 times 9 is 2 times 9 is 18. 2 times 10 is 20. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം 2 times 10 is 20 അങ്ങനെ സിമ്പിളായിട്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ എഴുതി വന്നതാണ്. നാളെ നമുക്ക് 3 times ടേബിളും കൂടി പഠിക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായവർ മനസ്സിലായി എന്ന് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നോക്കുക. കാണാതെ എഴുതിയിട്ട് കിട്ടണില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പറയാം കേട്ടോ കുട്ടികളെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കരുത്. അപ്പോൾ ബൈ.